രമേശേട്ടാ നമ്മുടെ മോളുടെ ഇന്ന് ചോറിനല്ലേ? അറിയാം. നമുക്കാണെങ്കിൽ എല്ലാരും വിളിക്കാം. എന്നാ രമേശേട്ടാ ഞാനാണെങ്കിൽ വിളിക്കാം. ഹലോ അപ്പു. എന്താ ആന്റി വിളിച്ചേ? അത് പിന്നെ രമേശ് ചേച്ചിയുടെ കയ്യിലെ ഫോൺ കൊടുക്കാവോ? ശരി ആന്റി. എന്താടി വിളിച്ച കാര്യം? അത് പിന്നെ ചേച്ചി ഞങ്ങളുടെ മോളുടെ ആണെങ്കിലേ ഇന്ന് ചോറിനാ. ചേച്ചി എല്ലാരും കൂടെ വരണേ. വരാ. എത്ര മണിക്കാ? 2 മണിക്കാ ചോറിന്. ചേച്ചി ആണെങ്കിൽ 1 മണിക്ക് വന്നാൽ മതി. ശരി അഞ്ജലി, എന്നാ വെക്കുവാണേ. 1 മണിക്ക് വരാം. ശരി ചേച്ചി, വെച്ചോ. എന്താടി രമേശ് ചേച്ചി വിളിച്ചപ്പോ പറഞ്ഞേ? രമേശ് ചേച്ചി വരുന്നുണ്ടെന്ന് 1 മണിക്ക്. നീ ലത ചേച്ചിയൊക്കെ വിളിക്കണം. ഹലോ ലത ചേച്ചി, എന്താടി വിളിച്ചേ? അത് പിന്നെ ലത ചേച്ചി ഞങ്ങളുടെ മോളുടെ ആണെങ്കിലേ ഇന്നാണെങ്കിൽ ചോറിനാ. ചേച്ചിയൊക്കെ വരണേ. അത് പറയേണ്ട കാര്യമുണ്ടോ? ഓൾ ദ വേ. ഇപ്പൊ തന്നെ വരുവാ. നിങ്ങൾ ഇത്ര പെട്ടെന്ന് എത്തിയോ? ഞങ്ങളാണ് KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണെങ്കിലേ ഒരു മിന്നലിന് ബസ് കിടക്കുന്നുണ്ട്. അതിന്റെ കയറി വന്നു. ഭയങ്കര സ്പീഡ്. എന്റെ അമ്മച്ചിയെ പേടിയുന്നുണ്ട്. ഒറ്റ സെക്കൻഡിനോട് ഇവിടെ എത്തി. എന്തൊരു ബസ്സാണ് ആവോ ഇത്? ബുള്ളറ്റ് ട്രെയിനിനേക്കാൾ ഭയങ്കര സ്പീഡ്. ചൈന ബുള്ളറ്റ് ട്രെയിൻ ഇല്ല, അതിനേക്കാൾ ഭയങ്കര സ്പീഡ്. നീ ആരൊക്കെ വരാനുള്ളേ? അപ്പു ഒക്കെ വരുന്നുണ്ട്. അപ്പു. ഇപ്പൊ എല്ലാരും എത്തിയല്ലോ. 1 മണിയായ സമയം. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ വന്ന്. നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ രമേശേട്ടാ, കുഞ്ഞിനെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നി. ഇത്തിരി പാല് കൊടുക്കട്ടെ. അവളാണെങ്കിൽ ഉറങ്ങി പാല് കുടിച്ച്. അവള് ഇത്രയും പെട്ടെന്ന് പറഞ്ഞ വെറുതെ അല്ലേ. നമ്മളാണെങ്കിൽ അവള് എഴുന്നേക്കുന്ന സമയം മുമ്പ് എഴുന്നേപ്പിച്ചില്ലേ. ചോറ് കൊടുക്കുന്ന കറക്റ്റ് 2 മണിക്കല്ലായിരുന്നോ? എല്ലാരും നമുക്ക് ഊണ് കഴിക്കാം. ഇവിടെ ചോറൊന്നായിരുന്നല്ലോ. അപ്പൊ ഇവിടെ ചെറിയ കൊച്ചുങ്ങളും എല്ലാം കാണും. എന്തായാലും അതിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവാ. നല്ല വില കിട്ടും. ശങ്കറിന്റെ അടുത്ത് കൊണ്ട് കിട്ടുക. 10 ലക്ഷം രൂപ കണ്ട തരാന്ന് പറഞ്ഞേ. കൊച്ചു നല്ല ഉറക്കം. പമ്മിപ്പോ ആരും കാണാതെ. ഇവിടെ ഇത്ര നേരമായിട്ട് എഴുന്നേക്കാത്ത പോയി നോക്കിട്ട് വരാം. അയ്യോ രമേശേട്ടാ, മോളെ കാണുന്നില്ല നമ്മുടെ. അയ്യോ പാർക്കുട്ടി എവിടെ പോയി? അറിയത്തില്ല ചേച്ചി, അവൾ അങ്ങോട്ട് പോയെന്ന്. അല്ല, അവള് മുട്ട കുത്താറ് പോലും ആയിട്ടില്ല. അപ്പോഴവൾ എങ്ങോട്ട് പോകാൻ എഴുന്നേറ്റ്? എടി നമുക്ക് പെട്ടെന്ന് പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുന്ന ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയോടി. പെട്ടെന്ന് പോവാ. അപ്പൊക്കെ പോയോ? അവര് പോയി. നമുക്ക് പറയാൻ സമയമില്ല. പെട്ടെന്ന് പോവാ. ഓടി പോവാ. കൊച്ചു ഇത്ര നേരിട്ട് എഴുന്നേക്കാത്ത ഭാഗ്യം. ഊണ് കഴിക്കട്ടെ. ഇയാളുടെ ഉടുപ്പും വസ്ത്രവും എല്ലാം കീറിപ്പോയതാണല്ലോ. എന്നിട്ട് ഒരു പെൺകുട്ടിയില്ലേ കയ്യിലിരിക്കുന്ന അയാളുടെ. ആ പെൺകുട്ടിക്ക് സ്വർണ്ണമാല എല്ലാം ഉണ്ടല്ലോ. അയാള് പിച്ചക്കാരനല്ലേ. പിന്നെ ഇവിടുന്ന് സ്വർണ്ണമാലയൊക്കെ ഈ കൊച്ചിന്. ഞാൻ എന്തായാലും പോലീസിനെ ഒന്ന് വിളിച്ചു പറയാം. ചിലപ്പോ ഇയാൾ തട്ടിക്കൊണ്ടുവന്നായിരിക്കൂ. ഞാൻ എന്തായാലും ഒന്ന് പോലീസിനെ വിളിച്ചു പറയാം. എന്താ പറഞ്ഞോ? അല്ല സാർ, ഇവിടെ ഒരു ഹോട്ടലിലാണെങ്കിൽ ഒരു ഭിക്ഷക്കാരനെ പോലെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ തുണിയെല്ലാം കീറിയിരിക്കുവാണ്. അയാൾ നല്ലൊരു പെൺകുട്ടി എടുത്തോണ്ടിരിക്കും. നല്ല വസ്ത്രം, കീറിയതൊന്നും അല്ലേ. നല്ല സ്വർണ്ണമാല എല്ലാം ഉണ്ട്. തള, മോതിരം, മാല, പിന്നെ എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു സാധ്യത ഇല്ലല്ലോ സാറേ. എനിക്ക് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. സാറെന്തായാലും ഇങ്ങോട്ടൊന്ന് വരാവോ? ചിലപ്പോൾ ഇയാൾ ഇനി തട്ടിക്കൊണ്ട് വല്ലതും പോകുന്നതാണോ ഇനി? സാറെന്തായാലും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വാ. എവിടെയായിരുന്നു സ്ഥലം? പിന്നെ ഹോട്ടലിന്റെ പേരെന്താ? ആ ഹോട്ടലിന്റെ പേരാണ് സെന്റ് മേരീസ് എന്ന പേര്. അയ്യോ, നിങ്ങളോട് ഞാനാണെങ്കിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇങ്ങനെയാണെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ മിസ്സിംഗ് ഉണ്ട്. ആ പെൺകുട്ടിയുടെ ചോറൂണൊക്കെ അന്ന് കഴിഞ്ഞതേ ഉള്ളെന്ന് വിളിച്ചു പറഞ്ഞ അവരുടെ മാതാപിതാക്കള്. ഒരു കുട്ടി മിക്സ് ആയിട്ടുണ്ട്. പെൺകുട്ടിയാണെന്ന് പറഞ്ഞേ. എന്നാ സാറ് ചിലപ്പോ ആ പെൺകുട്ടിയായിരിക്കും. സാറിനെ പെട്ടെന്ന് പോയി ഇങ്ങോട്ട്. സാറെ നിൽക്ക്, ഞാനാ വിളിച്ചേ. അല്ലേ, എവിടെയാള്? വേണ്ട, സാറിന്റെ പുറകെ തന്നെ ഉണ്ട്. തന്റെ കൊച്ചാണ് തന്റെ കയ്യിലിരിക്കുന്നേ. അതെ സാറേ, ഇത് എന്റെ മോളാ. നിങ്ങളുടെ മോളോ? പിന്നെ ഇതിന്റെ കടുത്ത സ്വർണ്ണമാല ഉണ്ടല്ലോ. നിങ്ങളാണെങ്കിൽ കാണാൻ ഒരു പിച്ചക്കാരനെ പോലെയാണല്ലോ. നിങ്ങൾ കള്ളം പറയുന്നതല്ലേ? ഫോൺ റിങ് ചെയ്യുന്നു. എടുത്ത് ആരെന്ന് നോക്കാം. സാറേ, ഞങ്ങളുടെ മോളെ കുറിച്ച് വലിയ വിവരങ്ങളോ വല്ല കിട്ടിയോ? ഞാനിപ്പോ പറയാവേ. കിട്ടിയിട്ടുണ്ടേ. ഇവിടെ ആണെങ്കിൽ ഒരാളാണെങ്കിൽ ഹോട്ടലിലാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ കാണിച്ചില്ലേ, നിങ്ങളുടെ പെൺകുട്ടിയുടെ അതേപോലെ തന്നെ ഇരിക്കുന്ന. കഴുത്തിലാണെങ്കിൽ നല്ല സ്വർണ്ണമാല എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് പെൺകുട്ടിയാ കേട്ടോ. നിങ്ങളൊന്ന് ഇങ്ങോട്ടൊന്ന് വാ. അതാകുമ്പോ നമുക്ക് നോക്കാമെന്ന്. അല്ല സാറ് ഏത് ഹോട്ടലിലാ നിക്കുന്നേ പറയാമോ? തക്കാളിക്കവലി സെന്റ് മേരീസ് ഹോട്ടലിലാ ഞാൻ നിക്കുന്നേ. ഞാൻ ഇപ്പൊ തന്നെ ഉടനെ വരാം. താനപ്പ ഈ കൊച്ചു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയിരുന്നല്ലേടോ? അല്ല സാറ്, നിങ്ങളോട് ആരും ഈ വിവരം വിളിച്ചു പറഞ്ഞേ? വേണ്ട, ഈ നിൽക്കുന്ന ആളാ. വളരെ നന്ദിയുണ്ട് നിങ്ങൾ വിളിച്ചു പറഞ്ഞോണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയേ. വളരെ നന്ദി മാത്രല്ലേ. ഞാനിപ്പോ ഒരു വേറെ കാര്യം തരാം. ഇന്നാ പിടിച്ച 5 ലക്ഷം രൂപയുണ്ട്. 5 ലക്ഷം രൂപയോ? ഇത്രയൊന്നും വേണ്ട. അതൊന്നും സാരമില്ലെന്ന്. ഇന്നാ പിടിച്ചോ. എന്നാ ഞാൻ പോവാണ് എന്റെ വീട്ടിലെ. എന്താ ഇവിടെ തന്നെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നേ? സോറി. നിങ്ങൾ എന്തായാലും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയല്ലേ? കഴിച്ചു കഴിഞ്ഞിട്ട് എഴുന്നേറ്റാ മതി.
ആ സാറേ ഞാൻ കഴിച്ചു കഴിഞ്ഞു, കൈ കഴുകിട്ട് വരാം. ഞാനും നിങ്ങളുടെ കൂടെ വരാം, അല്ലെങ്കിൽ നിങ്ങൾ ഓടിപ്പോവും.